പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ജലജയാണ്. ജലജ നവ്യയോട് പറയുവാണ്, ഒന്നുമില്ലെങ്കിലും നിൻ്റെ കുഞ്ഞിനോട് അനാമികയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ, ആ കുഞ്ഞിനെ പോലും പരിഗണിക്കാതെ വന്നു കയറിയ ഒരുത്തിയെ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ നിൻ്റെ അനിയത്തി എന്നൊക്കെ ചോദിച്ച് നവ്യനെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ജലജയാണ് ആദ്യമേ കാണിക്കുന്നത്. പിന്നീട് അനാമികയെ കാണിക്കുന്നുണ്ട്. അനാമിക പറയുവാണ്, ഞാൻ പണ്ടേ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, എന്നെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേരെ, ഞാൻ പൊയ്ക്കോളാം. അതുപോലെ അമ്മയോടും പറയാറുണ്ട്, എൻ്റെ പുറകെ വരരുത് എന്നെ വിളിക്കാൻ വേണ്ടിയെന്ന്. ഇതുപോലൊരു കുടുംബത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പാടുള്ള കാര്യമാണ്, എന്നെക്കൊണ്ട് അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അനാമിക എല്ലാവരോടായിട്ടും പറയുന്നുണ്ട്. ആദർശും നയനയും ജാനകിയും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം അനിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ജാനകിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല. ജാനകി ഇത്തിരി ടെൻഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റൂമിൽ ചെന്നിട്ട് ആദർശ് നയനയോട് പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അവന് അവളോടുള്ള സ്നേഹം. അവൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അനിയെ കാണാനില്ല എന്നുള്ള വിവരം നയന നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്. സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ നന്ദു നയനയോടും പറയുന്നുണ്ട്. ഏതായാലും ഈ വിവരം അറിഞ്ഞതിന് ശേഷമുള്ള നന്ദുവിൻ്റെ ടെൻഷൻ കാണുമ്പോൾ ആ ASI വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന്. അന്നേരം നന്ദു പറയുവാണ്, രാവിലെ അനി വന്നപ്പോൾ ഞാൻ പരിസരം മറന്നാണ് പെരുമാറിയത്, അവനെ ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി വിളിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക.